മൂവാറ്റുപുഴ നിർമ്മല കോളേജിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന രണ്ടാമത് അന്താരാഷ്ട്ര ഗവേഷണ കോൺക്ലേവ് 2026 ഫെബ്രുവരി 25-26 തീയതികളിൽ കോളേജിൽ നടക്കുമെന്ന് കോളേജ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ലോക്സഭാ അംഗം ഡോക്ടർ ശശി തരൂരാണ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുന്നത്. 100 പ്രബന്ധങ്ങളാണ് 2 ദിവസങ്ങളിലായി നടക്കുന്ന കോൺക്ലേവിൽ അവതരിപ്പിക്കുന്നത്. മൂവാറ്റുപുഴ നിർമ്മല കോളേജിന്റെ ആഭിമുഖ്യത്തിൽ കോളേജിലെ റിസർച്ച് ഡെവലപ്മെന്റ് സെൽ IQACയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ സഹകരണത്തോടെ രണ്ടാമത് അന്താരാഷ്ട്ര ഗവേഷണ കോൺക്ലേവ് 2026 ഫെബ്രുവരി 25-26 തീയതികളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 25-26 തീയതികളിൽ ഗ്യാൻ സമാവേശ് എന്ന പേരിൽ ഒരു അന്താരാഷ്ട്ര ഗവേഷണ കോൺക്ലേവ് നടക്കുന്ന വിവരം സ്നേഹത്തോടെ അറിയിക്കുന്നു. ഈ പ്രോഗ്രാം കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് ലോക്സഭാംഗം ഡോക്ടർ ശശി തരൂരാണ്. ഇതിൽ പ്രൊഫസർ വൈസ് ചാൻസലർ ഡോക്ടർ ബിജു കുമാർ മുഖ്യ പ്രഭാഷണം നടത്തുന്നു. കോളേജിലെ മാനേജർ മോൺസിഞ്ഞർ ഡോക്ടർ പൈസ് മലയക്കണ്ടത്തിൽ ഇതിന് അധ്യക്ഷത വഹിക്കുന്നതാണ്. പ്രധാനമായും ഈ കോൺക്ലേവിൽ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തെക്കുറിച്ച്, അതോടൊപ്പം തന്നെ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ത്രൂ ഇന്ത്യൻ നോളജ് സിസ്റ്റംസ് ആൻഡ് മോഡേൺ ഇന്നോവേഷൻ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഈ അന്താരാഷ്ട്ര ഗവേഷണ കോൺക്ലേവ് നടത്തുന്നത്. ഇന്ത്യൻ പാരമ്പര്യത്തെക്കുറിച്ചും ആധുനിക ശാസ്ത്ര സാങ്കേതിക രീതികളെക്കുറിച്ചും സൃഷ്ടിപരമായ ഒരു സംഗമവും, അതോടൊപ്പം തന്നെ സുസ്ഥിരമായ ഭാവിയെ രൂപപ്പെടുത്താൻ ഇത് എങ്ങനെ സഹായകരമാകുന്നു എന്നൊരു ചർച്ചയുമാണ് പ്രധാനമായും ഈ കോൺക്ലേവിൽ ലക്ഷ്യമാക്കുന്നത്. വിവിധ മേഖലകളിൽ നിന്നുള്ള ഗവേഷകർ, അധ്യാപകർ, വ്യവസായ പ്രമുഖരെല്ലാവരും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു. പരിസ്ഥിതി, സാമൂഹിക, സാമ്പത്തിക വെല്ലുവിളികളെ എപ്രകാരം നേരിടുവാൻ ഇന്ത്യൻ ജ്ഞാന സമ്പ്രദായം സഹായകരമാകും എന്ന ചർച്ച ഇതിനെ പ്രതി ഉണ്ടാകുന്നതാണ്. അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴയിലെ സംസ്കാരത്തെ സംരക്ഷിക്കുകയും അതിനെക്കുറിച്ചുള്ള പഠനവും ഗവേഷണവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കോളേജിൽ ത്രിവേണി പ്രജ്ഞാശാല എന്ന ഒരു റിസർച്ച് സെന്റർ കൂടി ഈ കോൺക്ലേവിൽ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ഗ്യാൻ സമാവേശ് 2026 എന്ന പേരിലാണ് പരിപാടി നടക്കുന്നത്. 2 ദിവസങ്ങളിലായി നടക്കുന്ന കോൺക്ലേവിൽ 100ഓളം പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. ഇന്ത്യൻ ജ്ഞാന പാരമ്പര്യവും ആധുനിക ശാസ്ത്ര സാങ്കേതിക നവീകരണങ്ങളും തമ്മിലുള്ള സൃഷ്ടിപരമായ സംഗമം സുസ്ഥിര ഭാവിയെ രൂപപ്പെടുത്തുന്നതിൽ എങ്ങനെ സഹായകമാകുമെന്നത് ചർച്ച ചെയ്യുന്നതിനുള്ള അക്കാദമിക് വേദിയായാണ് ഈ കോൺക്ലേവ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വിവിധ മേഖലകളിൽ നിന്നുള്ള ഗവേഷകർ, അധ്യാപകർ, വ്യവസായ വിദഗ്ധർ, യുവ നവോത്ഥാന പ്രവർത്തകർ എന്നിവർ പരിപാടിയുടെ ഭാഗമായി പങ്കെടുക്കും. ലോക്സഭാംഗം ഡോക്ടർ ശശി തരൂരാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. പ്ലീനറി പ്രഭാഷണങ്ങൾ, വർക്ക്ഷോപ്പ് സെക്ഷനുകൾ, ഗവേഷണ അവതരണങ്ങൾ, പോസ്റ്റ് കോൺഫറൻസ് ടൂർ എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടക്കും. കോൺക്ലേവിൽ ശാസ്ത്രം, പ്രായോഗിക ശാസ്ത്രം, ഭാഷാ സാഹിത്യം, സാമൂഹ്യശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരുടെ പ്രഭാഷണവും ഉണ്ടാകും. കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ്, ഡോക്ടർ സോണി കുര്യാക്കോസ്, IQAC കോർഡിനേറ്റർ ഡോക്ടർ ജിജോ VJ, റിസർച്ച് ഡീൻ ഡോക്ടർ ജൂലിയ ഇമ്മാനുവൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.